നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു വരുന്നത് യേശുവിലുള്ള സമാധാനം എങ്ങനെ നിലനിർത്താം, യേശുവിലുള്ള സമാധാനത്തിലൂടെ എങ്ങനെ ജീവിക്കാം, അതെങ്ങനെ കരസ്ഥമാക്കാം എന്നതിനെക്കുറിച്ചാണല്ലോ. കഴിഞ്ഞ 2 എപ്പിസോഡുകൾ യേശു കർത്താവ് പറഞ്ഞ വാക്കുകൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ ചിന്തിച്ചു വരികയായിരുന്നു. അവിടെ വായിച്ചത് നമ്മൾ ചിന്തിച്ചതും, നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം ഉണ്ടാകും, ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം തരും, ആ സമാധാനം ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല എന്ന് യേശു പറഞ്ഞതിനെക്കുറിച്ചാണ് കഴിഞ്ഞ 2 ദിവസം നമ്മൾ ചിന്തിപ്പാനായിട്ട് ഇടയായത്. ഏതാണ്ട് 10 മിനിറ്റോളമുള്ള ദൈർഘ്യമുള്ള ഒരു മെസ്സേജാണ് ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഈ സന്ദേശം നിങ്ങൾ കേൾക്കണം. ഇതിൽ കൂടെ ദൈവം നിങ്ങളോട് ഓരോ ദിവസവും സംസാരിക്കും. ആയിരക്കണക്കിന് പ്രിയപ്പെട്ടവർ ഇതിൻ്റെ വ്യൂസായിട്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ദൈവം നിങ്ങളെ സമൃദ്ധിയായ അനുഗ്രഹങ്ങളും കൃപകളും നൽകി മാനിക്കും എന്നതിന് യാതൊരു മാറ്റവും ഇല്ല. ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഉള്ളിൽ വരണമെങ്കിൽ നാം എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അതിനാധാരമായി യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 11-12 വാക്യങ്ങളാണ്. 11-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പറയുന്ന അടുത്ത ഒരു വാക്കാണ് നമ്മുടെ ഉള്ളിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത്. 12-ാമത്തെ വാക്യത്തിൽ അതിനുള്ള റിസൾട്ടാണ്, അതങ്ങനെ ചെയ്യണം എന്നതിനെക്കുറിച്ച് വ്യക്തതയോടുകൂടെ പറയുന്ന കാര്യമാണ്. അപ്പം നമ്മുടെ ഉള്ളിൽ സമാധാനം വേണം. എല്ലാവരുടെയും ആഗ്രഹം അതാണ്. സമാധാനം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് ഒട്ടനവധി പ്രിയപ്പെട്ടവർ ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതുമായ വിഷയം അല്പം സമാധാനത്തിന് വേണ്ടിയാണ്. അതിനുവേണ്ടി മനുഷ്യൻ നെട്ടോട്ടം ഓടുകയാണ്. മലകളും താഴ്വരകളും പുണ്യസ്ഥലങ്ങളിലും തീർത്ഥാടനങ്ങൾ നടത്തുന്നത് സമാധാനത്തിന് വേണ്ടിയാണ്. ഇന്ന് പല വീടുകളിൽ സമാധാനമില്ല, കുടുംബത്തിൽ സമാധാനമില്ല, കുഞ്ഞുങ്ങളിൽ സമാധാനമില്ല. പ്രതീക്ഷ വെച്ച് തുടങ്ങി വെച്ച അല്ലെങ്കിൽ ആ ലൈഫിനകത്ത് ഒരു പൂർണ്ണമായ സമാധാനം കാണാനായിട്ട് കഴിയുന്നില്ല. ആറ്റുനോറ്റി കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞുങ്ങളിൽ പോലും ഒരു സമാധാനമില്ല. വളരെ കൊതിച്ച് കടം വാങ്ങിച്ചു വെച്ച വീടിനകത്ത് സമാധാനമില്ല. അപ്പം മനുഷ്യൻ നെട്ടോട്ടം ഓടുന്ന ഒരു വിഷയം സമാധാനത്തിന് വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ യേശു കർത്താവ് എന്താണ് പറയുന്നത്? യേശു കർത്താവ് പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. എൻ്റെ സന്തോഷം, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 11-12 വാക്യങ്ങൾ. എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ ദൂത് ഈ വാക്യത്തിനകത്ത് അതിൻ്റെ ഉദ്ദേശം കിടപ്പുണ്ട്. ആ ഉദ്ദേശം ഇങ്ങനെയാണ്, യേശു പറഞ്ഞ ഉദ്ദേശം തന്നെയാണ്. യേശു പറയുക, എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും. അപ്പം നമ്മുടെ ഉള്ളിൽ ഇരിക്കേണ്ട സന്തോഷം നമ്മുടെ വീട്ടുകാരോ കൂട്ടുകാരോ നാട്ടുകാരോ തരുന്നതാകരുത്. അതിനൊന്നും ലൈഫ് ലോങ് ഇല്ല, അതൊന്നും നിലനിൽക്കുന്നതല്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്, യേശു പറഞ്ഞത് നിങ്ങളുടെ സമാധാനം ആരും എടുത്തുകൊണ്ട് പോകില്ല. കാരണം എൻ്റെ പിതാവ് എനിക്ക് തന്നത് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുക. അത് ലോകം തരുന്നത് പോലെ അല്ല, ലോകത്തിൽ നിന്ന് ലഭിക്കുന്നതല്ല. അത് ലോകത്തിൽ നിന്ന് എത്ര വില കൊടുത്താലും കോടികൾ കൊടുത്താലും അത് കിട്ടത്തില്ല. എന്നാൽ എൻ്റെ സന്തോഷം, ഞാൻ അനുഭവിച്ച സന്തോഷം നിങ്ങളിൽ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ്, യേശു നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ക്രിസ്തു അനുഭവിച്ച സന്തോഷം നമ്മുടെ ഉള്ളിൽ ഇരിക്കണമെന്നും, അപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലെ ആ സന്തോഷം എന്താകണം? പൂർണ്ണമാകണമെന്നും ഇത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു എന്നാണ്. അപ്പോൾ നമ്മുടെ കർത്താവിൽ ലഭിക്കുന്ന ആ സന്തോഷം നമ്മുടെ ഉള്ളിൽ വരിക മാത്രമല്ല, അത് നമ്മുടെ ഉള്ളിൽ വന്നിട്ട് അത് പൂർണ്ണമാകണം. പൂർണ്ണമല്ലാതെ വരുമ്പോഴാണ് ടെൻഷൻ ഉണ്ടാകുക, ഭാരം ഉണ്ടാകുക, അല്ലെങ്കിൽ ഉറക്കം കെട്ടുപോകുക, മരിക്കണമെന്നുള്ള ചിന്ത വരിക, എന്തിനാ ഞാനിങ്ങനെ ജീവിക്കുന്നതിനുള്ള ധാരണ ഉണ്ടാകുക. ഈ വക കാരണങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ അർത്ഥം നമ്മളിൽ വസിക്കുന്ന സന്തോഷം പൂർണ്ണമാകാത്തത് കൊണ്ടാണ്. എന്നാൽ യേശു നമ്മളിൽ വസിക്കുമ്പോൾ, യേശുവിൻ്റെ സന്തോഷം നമ്മളിൽ വസിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമാകണമെങ്കിൽ അടുത്ത വാക്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 12-ാമത്തെ വാക്യം കൂടെ നിങ്ങൾ നോക്കണം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന പോലെ
നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. കണ്ടോ? കർത്താവ് പറയുകയാണ്, സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ നാമും എന്ത് ചെയ്യണം? തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. നാമും തമ്മിൽ തമ്മിൽ സ്നേഹിച്ച് കർത്താവിൻ്റെ കൂടെ എന്ത് ചെയ്യണം? വസിക്കണം. കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ കൊടുക്കണം. കർത്താവിനായി നമ്മുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. നാം ദൈവത്തെ സ്നേഹിക്കണം, ദൈവം നമ്മളെ സ്നേഹിക്കണം. അപ്പോൾ തന്നെ നമ്മൾ മനുഷ്യരെ സ്നേഹിക്കണം, മാതാപിതാക്കളെ സ്നേഹിക്കണം, സഹോദരങ്ങളെ സ്നേഹിക്കണം, കൂട്ടുകാരെ സ്നേഹിക്കണം, നമ്മുടെ ബന്ധുമിത്രാദികളെ നമ്മൾ സ്നേഹിക്കണം, നമ്മുടെ സഹജീവികളോട് നമ്മൾ കരുണ കാണിക്കണം. ഈ വക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിയുമ്പോൾ ആ ക്രിസ്തുവിൻ്റെ യഥാർത്ഥമായ സ്നേഹം, ആ സന്തോഷം നമ്മുടെ ഉള്ളിലേക്ക് വരികയും, നോക്കിക്കേ, അത് നമ്മുടെ ഹൃദയത്തിൽ പൂർണ്ണമാകുകയും ചെയ്യും. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ചിരിച്ചിട്ട് കുറേ നാളായില്ലേ? മനസ്സ് തുറന്നൊന്ന് സംസാരിച്ചിട്ട് നിങ്ങളുടെ വീടിനകത്തൊരു സന്തോഷമുണ്ടാകിട്ട് കുറേ നാളായില്ലേ? കുറേ നാളുകൾ കൊണ്ട് നിങ്ങൾ ഭാരപ്പെടുകയല്ലേ? എങ്ങനെ മുമ്പോട്ട് പോകും ചിന്തിക്കുകയല്ലേ? വീടിനകത്തെ ഈ അസ്വസ്ഥത, ഈ കണ്ണുനീര്, ഈ പകപോക്കല്, ഈ നിന്ന വാക്കുകള് എങ്ങനെ തീരും? എപ്പോൾ അത് അവസാനിക്കുമെന്ന് ചോദിച്ച ഒരവസ്ഥയല്ലേ? ഒരുപക്ഷെ നിന്റെ അമ്മ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാ നീ ഇങ്ങനെ നിൽക്കുന്നേ. നിന്റെ ഭാര്യ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാ നീ ഇങ്ങനെ നിൽക്കുന്നേ. ഒരുപക്ഷെ നിന്റെ കുടുംബം നിനക്ക് വേണ്ടി നിലവിളിക്കുന്നത് കൊണ്ടാ, അല്ലെങ്കിൽ സഭ നിനക്ക് വേണ്ടി നിലവിളിക്കുന്നത് കൊണ്ടാ നീ ഇങ്ങനെ ജീവനോടെ ഇരിക്കുന്നേ. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാം, ക്രിസ്തുവിൽ നിന്നുള്ള സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ വരികയും ആ സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ പൂർണ്ണമാകുകയും ചെയ്താൽ ഏത് പ്രതിസന്ധിക്കകത്തും നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ കഴിയും. പ്രശ്നങ്ങൾ പലതും വന്നപ്പോൾ അതിനകത്ത് പൗലോസ് സന്തോഷിച്ചില്ലേ? എന്താ കാര്യം? കപ്പൽ ഉലയുന്നു, കടലിനകത്ത് താഴ്ന്നു പോകാൻ പോകുന്നു, കപ്പലിൻ്റെ പലകളൊക്കെ ഇളകാൻ തുടങ്ങി, മാലൂമിയുടെയും കപ്പിത്താൻ്റെ വാക്കുകൾ നെഗറ്റീവായിട്ട് വരുന്നു, ഇനി നമ്മൾ കര കാണത്തില്ലെന്ന് പറയുന്നു, ഈ യാത്രയിൽ നമ്മൾ അവസാനിച്ചു എന്ന് പറയുന്നു. നോക്കിക്കേ, പക്ഷെ ക്രിസ്തുവിൻ്റെ സമാധാനം അകത്ത് വ്യാപരിക്കുന്ന പൗലോസ് പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, നമുക്കാർക്കും ഒരു കേടും പറ്റത്തില്ല, നമ്മൾ കര പറ്റും. ഇന്ന് പകൽക്കാലം കര പറ്റിക്കാതെ ഇരിക്കാൻ, കര കാണിക്കാതെ ഇരിക്കാൻ, ഈ ആഴത്തിനകത്ത്, ഓളത്തിനകത്ത്, തിരമാലയ്ക്കകത്ത് നിന്നെ മുക്കിക്കളയാൻ, നിന്റെ ജീവിതത്തെ നഷ്ടപ്പെടുത്താൻ, ഇല്ലായ്മ ചെയ്യാൻ പിശാച് നിനക്കെതിരെ പോരാടി തന്ത്രമൊരുക്കി നിന്റെ കുടുംബത്തോട്, തലമുറയോട്, ജീവിതത്തോട് വെല്ലുവിളിച്ച് നിൽക്കുമ്പോൾ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മ പറയുക, യേശു പറഞ്ഞ കൽപ്പന അനുസരിച്ച് തമ്മിൽ തമ്മിൽ സ്നേഹിച്ച്, ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹിച്ച്, മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിൽ സ്നേഹിച്ച്, നോക്കിക്കേ, സഹോദരങ്ങൾ തമ്മിൽ സ്നേഹിച്ച്, ക്രിസ്തുവിൻ്റെ കൽപ്പനയായ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ ക്രിസ്തുവിൻ്റെ കൽപ്പനയായ തമ്മിൽ തമ്മിൽ സ്നേഹിച്ച് ദൈവസന്നിധി മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ ക്രിസ്തുവിൻ്റെ സന്തോഷം നമ്മളിൽ എന്താകും? പൂർണ്ണമാകും. കർത്താവിൻ്റെ സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ പൂർണ്ണമായാൽ പിന്നെ ഒരു പിശാചിനും നമ്മുടെ അകത്ത് കള വിതയ്ക്കാൻ പറ്റില്ല. പിന്നെ ഒരു പിശാചിനും നമ്മളെ നശിപ്പിക്കാൻ പറ്റില്ല. പിന്നെ ഒരു പിശാചിനും നമ്മെ ഒതുക്കാൻ പറ്റില്ല. നാം പാർക്കുന്ന ദേശത്ത്, നമ്മുടെ വീടിനകത്ത്, നമ്മുടെ ജോലി സ്ഥലത്ത്, നമ്മളായിരിക്കുന്ന കോളേജിൽ, ഹോസ്റ്റലിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും. കാരണം മറ്റാരും ഇതുപോണക്കൊരു സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നില്ലല്ലോ. നമ്മുടെ കൂടപ്പിറപ്പുകൾക്ക് പോലും ഈ ഒരു സന്തോഷം വേണ്ട വിധത്തിൽ അനുഭവിക്കാൻ കഴിയുന്നില്ലല്ലോ. പക്ഷെ ദൈവം നമ്മുടെ അകത്തിട്ട് തന്ന ആ സന്തോഷം എത്ര വലുതാ പ്രിയരെ. ഇന്ന് രാവിലെ യേശുവിനോട് പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, യേശുവിൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കാൻ തയ്യാറാണെങ്കിൽ, യേശുവിനുള്ള സന്തോഷം നമ്മുടെ ഉള്ളിൽ പൂർണ്ണമായാൽ, ദൈവത്തിൻ്റെ വചനത്തിൽ 1 യോഹന്നാൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ എഴുതുന്നു, കുഞ്ഞുങ്ങളെ, ഞാൻ ഈ ലേഖനം നിങ്ങൾക്ക് എഴുതുന്നത് സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ പൂർണ്ണമാകണമെന്ന. അപ്പോൾ നമ്മുടെ ഉള്ളിൽ പൂർണ്ണമാകണം, അത് പൂർണ്ണതയിലേക്ക് വരണം. ദൈവത്തിൻ്റെ ആ സന്തോഷം നമ്മളിലേക്ക് പൂർണ്ണതയിലേക്ക് വരുമ്പോൾ പിശാച് നമ്മളെ എവിടെയൊക്കെയോ ഒതുക്കാൻ നോക്കുമ്പോൾ, എവിടെയൊക്കെയോ നമ്മെ രോഗിയാക്കാൻ, കടം വരുത്താൻ, നമ്മുടെ ജീവിതത്തെ ഇല്ലായ്മ ചെയ്യാൻ, ആത്മഹത്യക്ക് പരിശ്രമിക്കാൻ പിശാച് വെല്ലുവിളിക്കുമ്പോൾ, ഏതൊക്കെ പ്രതിസന്ധി വന്നാലും, കടം കയറി തലയ്ക്കുമിത് നിന്നാലും, വീട് ജപ്തിയായി നിന്നാലും, നോക്കുക, നിന്റെ ജീവിതത്തിൽ വസ്തു വിൽക്കാൻ കഴിയാതെ, കുഞ്ഞുങ്ങളുടെ കല്യാണം നടക്കാൻ കഴിയാതെ, കടം വീട്ടാൻ കഴിയാതെ ബാങ്കുകാർ നിന്നെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരുന്നാലും, ക്രിസ്തുവിൻ്റെ ആ സന്തോഷം, ആ സമാധാനം നിന്റെ ഉള്ളിനകത്തുണ്ടെങ്കിൽ അവിടെ ഒന്നും നീ അടി പതറത്തില്ല.
അവിടെ ഒന്നും നീ ക്ഷീണിക്കത്തില്ല, അവിടെ ഒന്നും നീ തകർന്നു പോകത്തില്ല. അവിടെ നിനക്ക് ജയമുണ്ട്. ചില ആളുകളെ കണ്ടിട്ടില്ലേ, ഒത്തിരി പ്രതിസന്ധികളും വേദനകളും ഒക്കെ ഉണ്ട്. അവരുടെ ഹിസ്റ്ററി നോക്കുമ്പോൾ, അവരുടെ കുടുംബത്തിലേക്ക് നോക്കുമ്പോൾ, അവരുടെ കുഞ്ഞുങ്ങളിലേക്ക് നോക്കുമ്പോൾ ദാരുണമായ, കരളലിയിപ്പിക്കുന്ന, കണ്ണ് നിറയിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ മുമ്പിൽ വന്നിങ്ങനെ നിപ്പുണ്ട്. പക്ഷേ അവരുടെ മുഖത്ത് എപ്പോഴും പ്രസന്നതയായിരിക്കും, അവരുടെ മുമ്പിൽ എപ്പോഴും സന്തോഷമായിരിക്കും. അവരൊരിക്കലും നെഗറ്റീവ് പറയത്തില്ല. അയ്യോ ഇതെന്തൊരു ജീവിതമാണ്, അങ്ങ് ചത്താ മതി എന്ന് പറയത്തില്ല. ആ പ്രതിസന്ധിക്കകത്തും എങ്ങനെ പറയാൻ കഴിയും, യേശു എൻ്റെ കൂടെയുണ്ടെന്നും യേശു കാൽവറിയിൽ സഹിച്ച ആ സന്തോഷമാണ് എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതെന്നും ഉറപ്പും ധൈര്യവും പ്രാപിച്ച് ആ വ്യക്തി ക്രിസ്തുവിൻ്റെ സന്തോഷം ഉള്ളിൽ പൂർണ്ണമാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കാൽവറിയിൽ തികച്ചെടുത്ത സന്തോഷം, ക്രൂശിൽ തികച്ചെടുത്ത സന്തോഷം, നോക്കിക്കേ, ആരിമത്യക്കാരനായ ജോസഫിൻ്റെ കല്ലറയിൽ തികച്ചെടുത്ത സന്തോഷം ഇന്ന് നമ്മുടെ ഉള്ളിലും പൂർണ്ണമായി വരേണ്ടതിന്, ഏത് ദുഃഖത്തിലും പ്രയാസത്തിലും പൂർണ്ണമായി വരേണ്ടതിന് നമ്മെ തന്നെ സമ്പൂർണമായി നമുക്ക് ഏൽപ്പിക്കാം. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾക്ക് ഇന്ന് പകൽക്കാലം ആഗ്രഹമുണ്ടോ, എൻ്റെ സന്തോഷം അത് ക്രിസ്തുവിൻ്റെതായിരിക്കണം, ക്രിസ്തുവിൻ്റെ സന്തോഷം എൻ്റെ ഉള്ളിൽ പൂർണ്ണമാകണം ആഗ്രഹമുണ്ടോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് ഈ ലോകത്തിൽ എന്തെല്ലാം സന്തോഷം ഉണ്ടായാലും അതൊക്കെ താൽക്കാലികമാണെന്നും അത് ഞങ്ങളുടെ ജീവിതത്തിൽ വൻ പരാജയങ്ങൾ കൊണ്ടുവരുന്നതെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ ഇന്ന് രാവിലെ ദൈവാത്മാ പറഞ്ഞത് അങ്ങയുടെ സന്തോഷം ഞങ്ങളിൽ പൂർണ്ണമാകണമെന്നാണല്ലോ, അങ്ങയുടെ സന്തോഷം ഞങ്ങളുടെ ഉള്ളിൽ വരണമെന്നാണല്ലോ. അതേ കർത്താവേ, അങ്ങ് അനുഭവിച്ച ആ സന്തോഷം, കാൽവറിയിൽ അനുഭവിച്ച സന്തോഷം, അങ്ങയുടെ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ 3.5 വർഷം ഈ പാലസ്തീൻ്റെ മണ്ണുകളിൽ സഹിച്ച ആ സന്തോഷം കർത്താവെ ഞങ്ങളുടെ ഉള്ളിലും തന്ന് ഞങ്ങളുടെ ശിഷ്ടായുസിൽ അങ്ങയുടെ സന്നിധി വിശ്വസ്തരും പരമാർത്ഥതയുള്ളവരുമായി ദൈവത്തിൻ്റെ ശക്തിയോടുകൂടെ പ്രതിസന്ധിക്കകത്ത് ഉറച്ചു നിൽക്കേണ്ടതിന്, ഞങ്ങൾ തകർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ ഞങ്ങൾ ബലമുള്ളവരായി മാറേണ്ടതിന് ആ സന്തോഷം ഞങ്ങളെ ഉടുപ്പിക്കണേ അപ്പ. ആ സന്തോഷം ഞങ്ങൾക്ക് തരണമേ അപ്പ. കൃപയുടെ മറവ് ഞങ്ങളെ മറയ്ക്കണമേ അപ്പ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്റെ മക്കളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കണമേ, യേശുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.